പറയാനുള്ളത്, കഴിഞ്ഞ 9 വർഷമായിട്ട് അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി കേരളത്തിലെ പല ജില്ലകളിലും നാരായണീയ മഹോത്സവം സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ 10ാമത്തെ വർഷമാണിത്. ഈ വർഷം നമ്മൾ ഗുരുവായൂരിൽ തന്നെയാണ് ഉത്സവം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാന്ത്വനാനന്ദം എന്ന പേരിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രചരണ പരിപാടികളും നാരായണീയ പാരായണമൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ ബോംബെയിൽ ഏറ്റെടുത്ത് നടത്തണം എന്നൊരു തീരുമാനം ഉണ്ടാവുകയും ദേശീയ സമിതി അതിനുള്ള ചുമതല ശ്രീ വത്സേഷ്ജിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. മുംബൈയുടെ മൊത്തം ചുമതല ശ്രീ വത്സേഷ്ജിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ ട്രഷറർ എന്ന നിലയ്ക്ക് ശ്രീ വത്സേഷിൻ്റെ കൂടെ ഫുൾ ടൈം ഞാനുണ്ടാവും. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത, ഈ 5 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളിലെ നാരായണീയ പാരായണത്തിന് പുറമെ വളരെ പ്രസിദ്ധരായ ആൾക്കാരുടെ പ്രതിഭകളുടെ സംഗമം, പ്രഭാഷണം, സെമിനാറുകൾ, കലാപരിപാടികൾ എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം ഒരു ഗ്രേഡ് കൂട്ടി നമ്മളതിനെ കുറേയും കൂടി ഒന്ന് ആഘോഷപരമാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും പാരായണത്തിന് ശേഷം അവിടെ വീഴുന്ന കാണിക്കയുമായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് ശോഭായാത്ര ഉണ്ടായിരിക്കും. പിന്നെ അതിനു മുമ്പ് എല്ലാ ദിവസവും തുളസി വിവാഹം ഉണ്ടാകുന്നതാണ്. ഗോപിക നൃത്തം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എൽ മുരുകൻ, ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ സനാതന ധർമ്മ പ്രവർത്തക മാധവി ലത, ഇവരൊക്കെ വരാമെന്നേറ്റിട്ടുണ്ട്. നമ്മൾ ശ്രീ യോഗി ആദിത്യനാഥിനെയും ശ്രീ രജനീകാന്തിനെയും ശ്രീ തെണ്ടുൽക്കറേയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരിതുവരെ നോ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ സമയം ഒരു വലിയ പ്രശ്നം തന്നെയാണ്, പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിയുടെ. എങ്കിലും ഇന്നും നമ്മുടെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 3-4 കണ്ടീഷനാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇത്രയും VIP വരുന്നത് കൊണ്ട് സുരക്ഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കാർഡ് ഇല്ലാത്തവരെ ആരെയും നമ്മൾ അവിടെ ഇരുത്തില്ല. ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ വേദിയിൽ എത്ര പേര് വായിക്കാൻ വന്നാൽ അത്രയും പേരെ ഉൾക്കൊള്ളുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആവശ്യം അത് പറ്റുന്നില്ല. അതുകൊണ്ട് ആചാര്യന്മാർ മാത്രം വേദിയിലിരിക്കുകയും ബാക്കിയുള്ളവർ താഴെ ഇരുന്നിട്ട് വായിക്കുകയുമായിരിക്കും. കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫോം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവർ ഫോട്ടോയും ഒട്ടിച്ച് അവിടെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. വരുന്നവർക്കുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ അവിടെ ചെയ്യുന്നതായിരിക്കും. 100 രൂപയാണ് ഇതിന്റെ മെമ്പർഷിപ്പ് ഫീ. പിന്നെ പറയാനുള്ളത്, സ്ത്രീകൾക്ക് കസവ് സെറ്റും മെറൂൺ ബ്ലൗസുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ടീമിന് 1 മണിക്കൂർ കിട്ടും. 1 മണിക്കൂർ കൊണ്ട് 20 ദശകം വായിച്ചു തീർക്കണം. പാരായണത്തിനിടയ്ക്ക് കീർത്തനങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. ഓരോ ദശകങ്ങൾ കഴിയുമ്പോൾ ഗോവിന്ദനാമ സങ്കീർത്തനം അത്രമാത്രം ചൊല്ലുക. പിന്നെ വരുന്നവര് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ പാരായണം കഴിഞ്ഞെന്നാൽ നമുക്ക് പോയേക്കാം. അതില്ല. ഇപ്രാവശ്യം എല്ലാവരും ഫുള്ള് വായിച്ചു തീർക്കുന്നവരവിടെ ഇരിക്കണം. പിന്നെ പറയാനുള്ളത്, യജ്ഞപ്രസാദമായിട്ട് ശ്രീകൃഷ്ണ പാദകമലം എന്നൊരു നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അവിടെ വരുന്നവർക്ക് 500 രൂപ കൊടുത്താൽ കിട്ടും. അതൊരു ഗോൾഡ് പ്ലേറ്റഡ് പാദമാണ്. അത് അമ്പലത്തിൽ പൂജിച്ചതിന് ശേഷമായിരിക്കും തരിക. പിന്നെ പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒക്ടോബർ 10-ാം തീയതി രാവിലെ 10 മണിക്ക് 10 മിനിറ്റ് 10 സെക്കൻഡിൽ ഓൾ ഓവർ ദ വേൾഡ്, ലോകത്ത് ഏതെല്ലാം സ്ഥലത്തെത്താമോ അവിടെയൊക്കെ ഓൺലൈൻ വഴി നാരായണീയത്തിൻ്റെ 100ാം ദശകം പാരായണം ചെയ്യുന്നതായിരിക്കും. സ്വാമി ഉദിത് ചൈതന്യയാണത് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ നമുക്ക് പ്രൈം മിനിസ്റ്റർ സമയം തന്നിട്ടുണ്ട്. അദ്ദേഹവും അതിൽ ജോയിൻ ചെയ്യുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, സമയത്തിൻ്റെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഉള്ള ആൾക്കാർക്ക്, സമിതികൾക്ക് സമയം നിശ്ചയിച്ചിരിക്കുന്നത് 7-ാം തീയതി ഉച്ചയ്ക്ക് 4 മണിക്കാണ്. അപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്നവർക്ക് സമയം വളരെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. 7-ാം തീയതി, ഒക്ടോബർ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. ഒരു എന്താ പറയുക, ഇതുവരെ ഏതാണ്ട് 14,000 പേര് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇനിയും ഇത് കൂടും. പിന്നെ ഗൂഗിൾ മീറ്റിൽ പാരായണത്തിൽ പങ്കെടുക്കേണ്ടവർക്കുള്ള ലിങ്ക് ഞങ്ങൾ ഇവിടെ വത്സേഷൻ്റെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരാൻ പറ്റാത്തവർക്ക് അങ്ങനെയാണേലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ എല്ലാവരും വരണം എന്നാണ് ആഗ്രഹം. പിന്നെ പറയാനുള്ളത്, അന്നദാനത്തിനൊക്കെ ആർക്കെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി. ഇവിടെ ഇന്നത്തെ ഇതിൽ അന്നദാനത്തിന് കൊടുക്കണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് പോകും. ഇത്രയൊക്കെ പറയാനുള്ളൂ. പക്ഷേ 10ാമത്തെ വർഷം എന്ന നിലയ്ക്ക് ഗുരുവായൂരിലെ ഒരു ആസ്ഥാന മന്ദിരം പണിയാനുള്ള ആദ്യത്തെ ചുവടുവയ്പ് കൂടെയായിരിക്കാം ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴെല്ലാം തന്നെ ഈ ആഘോഷത്തിലും ഉത്സവത്തിലും പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും എത്താൻ ശ്രമിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.